ഹലോ കൂട്ടുകാരെ, ഇന്ന് ഒരു ഉള്ളിത്തീയൽ എൻ്റെ റെസിപ്പി ആയിട്ട് വന്നിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് വെക്കാൻ പറ്റിയ നല്ല ഒരു ഉള്ളിത്തീയൽ റെസിപ്പിയാണ്. ഇതിന് കൊച്ചുള്ളി, പച്ചമുളക് അതൊക്കെയാണ് വേണ്ടുന്നത്. പിന്നെ നമുക്കിതിന് അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ, 2-3 കൊച്ചുള്ളി അരിഞ്ഞത്, 2 വെളുത്തുള്ളി, ഒരല്പം ഇഞ്ചി, കറിവേപ്പില, 2-3 ഉലുവ, ഒരല്പം ജീരകം, ഇത് ഇത്രയുമാണ് നമുക്ക് ഇതിന് അരപ്പിനായിട്ട് വേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ വറുത്ത് എടുക്കണം. ഗ്യാസിൻ്റെ ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ചിട്ട് നമുക്കിത് നല്ല രീതിയിൽ വറുത്ത് എടുക്കാവുന്നതാണ്. കരിഞ്ഞു പോവാതെ നമ്മൾ ശ്രദ്ധിക്കണം. ഇത് നല്ല രീതിയിൽ വറുത്ത് വരുമ്പോഴത്തേനും നമുക്കിതിനകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇത്രയിട്ട് നല്ലതായിട്ട് വറുത്തെടുക്കുക. നല്ല പച്ചമണം മാറുന്നത് വരെ നല്ലതായിട്ട് വറുത്തെടുക്കുക. കരിഞ്ഞു പോവാതെ നോക്കണം. നല്ല മൂത്ത മണം വരുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഇത് ഒരു ചീനച്ചട്ടി വെച്ച് അതിലിട്ട് കടുക് വറുത്ത് ഞാൻ ഇവിടെ കൊച്ചുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അതാണ് നല്ല ടേസ്റ്റി ആയിട്ട് വരുന്നതും കൊച്ചുള്ളി ചേർക്കുമ്പോഴാണ്. കൊച്ചുള്ളിയും പച്ചമുളകും നല്ല വഴണ്ട് വരുമ്പോഴത്തേനും അതിലേക്ക് ഒരു 2 തക്കാളി ഇട്ട് കൊടുക്കണം. അത് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. നല്ല വാടി വരുമ്പോഴത്തേനും നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അല്പം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് ഉപ്പുമൊക്കെ ഇട്ട് നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം. നല്ല രീതിയിൽ അത് തിളച്ച് പറ്റാറാകുമ്പോഴത്തേനും നമുക്കിതിലേക്ക് അല്പം ഗരം മസാല ചേർത്ത് കൊടുക്കാം. നല്ല രീതിയിൽ പറ്റി വരുമ്പോഴത്തേനും നല്ല മണമാണ് അതിൽ നിന്ന് വരുന്നത് കേട്ടോ. നമുക്ക് ഉള്ളിത്തീയൽ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, സൂപ്പറായിട്ടുള്ള ഉള്ളിത്തീയലാണ്. നമുക്കിനി ചോറ് കഴിക്കാം. ചോറൊക്കെ എടുത്തിട്ടുണ്ട്. ചോറൊക്കെ ഇട്ടു. അതിലേക്ക് നമുക്ക് നല്ല കൂകിയ തീയൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ല സൂപ്പർ മണം വരുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റിയുമാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല തീയലായത്. അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം പയർ മെഴുക്ക് പുരട്ടിയാണ് ഞാൻ അതിൽ വെച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നീട് നമുക്ക് ഒരു മുട്ട ഓംലേറ്റ് വെച്ച് കൊടുക്കാം. പിന്നെ ഒരു 2-3 നെത്തോലി വറുത്തതാണത്. ഇതെല്ലാം കൂട്ടി അങ്ങോട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ഒന്ന് എൻ്റെ വീഡിയോ ഒക്കെ